വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യാത്ര ചെയ്യുമ്പോൾ നിശ്ചിത സ്ഥാനത്തേക്ക് ദൂരം രേഖപ്പെടുത്തിയിരിക്കുന്ന സൈൻ ബോർഡുകൾ നാം കാണാറുണ്ട്. ഈ സൈൻ ബോർഡുകൾ കാണുമ്പോൾ ദൈവത്തിൽ നിന്നുമുള്ള നമ്മുടെ ദൂരം ഒന്ന് അളക്കുവാൻ ശ്രമിക്കണം. അപ്പോൾ സൈൻ ബോർഡിൽ രേഖപ്പെടുത്തുന്ന ദൂരം എത്രയായിരിക്കും? ദൈവത്തോട് ചേർന്നാണോ നാം നിൽക്കുന്നത് എന്ന് ഈ സൈൻ ബോർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നാം നടക്കുന്നത് ആർത്തി സംസ്കാരത്തിലാണ്. തന്മൂലം ദൈവത്തിൽ നിന്ന് അകന്ന് സ്വയത്തിലേക്ക് നാം തിരിഞ്ഞിരിക്കുകയാണ്. പരിണിതഫലം ദൈവത്തിൽ നിന്നും അകന്ന് സുരക്ഷിതമല്ലാത്ത, ഉറപ്പില്ലാത്ത വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് ഒരു തിരിച്ചുപോക്ക് നമുക്ക് ആവശ്യമാണ്. തിരിഞ്ഞു നോക്കുമെങ്കിൽ നടന്നു വന്ന കാൽപ്പാടുകൾ കാണുവാൻ കഴിയും. അതോടൊപ്പം കൂടെ നടന്ന് തോളിലേറ്റ് നടത്തിയ ദൈവത്തിൻ്റെ കാൽപ്പാടുകളും നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് നമ്മോട് കൂടി നടക്കുവാൻ ആഗ്രഹിക്കുന്നത് അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കർത്താവിനോടുകൂടി നടക്കുവാൻ കഴിയൂ. ദൈവം മനുഷ്യന് നൽകിയ ചുമതലയായിരുന്നു ഏദൻ തോട്ടത്തിൽ വേല ചെയ്യണം, ഏദൻ തോട്ടത്തിന് കാവൽ ചെയ്യണം. ഉൽപ്പത്തി 2:15. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തു. ദൈവം മനുഷ്യനോടുകൂടി നടക്കുവാൻ തോട്ടത്തിൽ വന്നുവെങ്കിലും മനുഷ്യൻ ദൈവത്തോടുകൂടി നടക്കുവാൻ താല്പര്യപ്പെടാതെ ഓടി ഒളിച്ചു. ഉൽപ്പത്തി 3:8. കൽപ്പന ലംഘിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയവരാണ് ഒളിക്കുവാനുള്ള കാരണം. കൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്നും അകന്നുമാറി നടക്കുന്ന അനേകർ നമ്മളുടെ കൂട്ടത്തിലും ഉണ്ടല്ലോ. കൂടെ നടക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാതെ ഭാരപ്പെടുകയും വേദനപ്പെടുകയും ചെയ്യുന്നവരും ഇല്ലേ? കൂടെ നടന്നവൻ യേശുവിനെ മനസ്സിലാക്കാതെ ഭാരപ്പെട്ട് എമ്മൗസിലേക്ക് യാത്ര ചെയ്ത 2 ശിഷ്യന്മാരെക്കുറിച്ച് ലൂക്കോസ് 24 വായിക്കുന്നുണ്ട്. കൂടെ നടന്നവനെ യാതൊരു പരിചയമില്ലാതിരുന്നിട്ടും തങ്ങളോടുകൂടി പാർക്കുവാൻ ക്ഷണിച്ചു. അതിന് കാരണം അവരിലുള്ള സ്നേഹമായിരുന്നു. ഈ സ്നേഹമാണ് ഇന്ന് നമുക്ക് വേണ്ടത്. ഈ സ്നേഹം നമ്മിലുണ്ട് എങ്കിൽ ഇന്ന് കാണുന്ന എത്രയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയും. യേശു ആരുടെയും ക്ഷണം നിരസിക്കുന്നവനല്ല. എന്തുകൊണ്ടെന്നാൽ യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. യേശു യെരിഹോവിലെത്തി കടന്നു പോകുമ്പോഴാണ് കാട്ടത്തിയുടെ മുകളിലിരിക്കുന്ന സക്കായിയെ കണ്ടത്. സക്കായി അവൻ സ്നേഹിച്ചു. കാട്ടത്തിയിൽ നിന്ന് അവനെ ഇറക്കി യേശു സക്കായിയോടുകൂടി അവൻ്റെ ഭവനത്തിലേക്ക് പോയി. സക്കായി യേശുവിനെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. അപ്പോഴാണ് സന്തോഷിപ്പാനും രക്ഷപ്രാപിപ്പാനും അവന് സാധിച്ചത്. ഇസ്രായേൽ മക്കളുടെ മരുഭൂയാത്രയിൽ ദൈവം അവരോട് കൂടെ നടന്നു. ദൈവം തൻ്റെ ജനത്തിന് മുൻപായി പുറപ്പെട്ടു, മരുഭൂമിയിൽ കൂടി നടന്നു എന്ന സങ്കീർത്തനം 68:7 വായിക്കുന്നത്. അവർ അനുസരണക്കേട് കാണിച്ചു, ദൈവത്തിനെതിരായി പിറുപിറുത്തു. എന്നിട്ടും ദൈവം അവരെ സ്നേഹിച്ചു, അവരോട് കൂടെ നടന്നു. ഇന്ന് നാമും അനുസരണക്കേട് കാണിക്കുന്നവരല്ലേ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളല്ലേ നാം ചെയ്യുന്നത്? ദൈവങ്ങളെ തേടി ഓടി നടക്കുകയല്ലേ? എങ്കിലും ഇമ്മാനുവേലായ യേശു കർത്താവ് നമ്മോടുകൂടി നടന്ന് നമ്മെ സ്നേഹിക്കുന്നു എന്നത് വാസ്തവം. ജീവിതത്തിൻ്റെ കഷ്ടതകളിലും വേദനകളിലും കൈവിടാതെ കൂടെ നടക്കുന്നവനാണ് നമ്മളുടെ ദൈവം. ചൂളയിലെ തീ 7 മടങ്ങ് വർദ്ധിപ്പിച്ച് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ യുവാക്കന്മാരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞപ്പോൾ യേശുവിൻ്റെ സ്നേഹം 4മതൊരുവനായി തീച്ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു. അഗ്നിജാലം നീക്കം ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും അഗ്നികുണ്ഡത്തിൽ ദൈവം കൂടെ ഉണ്ട് എന്നത് എത്ര ആശ്വാസപ്രദമാണ്. ഏത് സാഹചര്യത്തിലും എവിടെയും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടായിരിക്കും. ആ ഒരു വാഗ്ദാനമാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ എത്രയോ തീച്ചൂളയുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ കൈവിടാതെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നാം ഇന്നും ജീവനോടെ ശേഷിച്ചിരിക്കുന്നത്. ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളിൽ നമ്മോടുകൂടി നടക്കുന്നവനാ നമ്മളുടെ ദൈവം.
നമ്മിൽ പരാജയഭീതി ഉളവാകുമ്പോൾ, കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി നടക്കേണ്ടി വരുമ്പോൾ, നമ്മളുടെ ബുദ്ധിക്കോ ശക്തിക്കോ നമ്മെ സഹായിപ്പാൻ സാധിക്കാതെ നിരാശയിലായിത്തീരുമ്പോൾ, തൻ്റെ സർവശക്തിയുമായി നമ്മെ കരം പിടിച്ച് നടത്തുന്നവനാ നമ്മളുടെ കർത്താവ്. സാത്താൻ അലർന്ന സിംഹം പോലെ നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് സാത്താൻ്റെ പ്രവൃത്തികളെ തടഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. കർത്താവ് കൂടെ നടക്കണമെങ്കിൽ അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ നാം അവനെ സ്നേഹിക്കണം. അതോടൊപ്പം കർത്താവിന് പ്രസാദമായത് എന്ത് എന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. എഫേസ്യർ 5:9. കർത്താവിന് പ്രസാദകരമായ പ്രവൃത്തി സകല സൽഗുണവും നീതിയും സത്യവും പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. എഫേസ്യർ 5:10. കർത്താവെ, നിന്നെ സ്നേഹിച്ച് നിനക്ക് പ്രസാദകരമായത് മാത്രം ചെയ്ത് നിന്നോടൊപ്പം നടപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.